ഓർത്തഡോക്സ് പ്രവർത്തകരോടൊപ്പം മലപ്പുറത്തെ കടകളിലും വീടുകളിലും കയറിയിറങ്ങി മലപ്പുറം ഭദ്രാസനത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പണം സമാഹരിക്കുവാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ റോഡിലൂടെ നീങ്ങുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മലബാർ ഭദ്രാസനത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ ബീവറീസ് പൊന്നോലയത്തിനെ ആദരപൂർവ്വ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെമിനാരിയുടെ പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധ ബാബാതിരുമേനിയുടെ കരങ്ങൾക്ക് ശക്തി നൽകിക്കൊണ്ട് ഉപദേശങ്ങൾ നൽകുവാൻ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയിലെ അംഗങ്ങളായ പ്രിയപ്പെട്ട ജീവൻ, പ്രിയപ്പെട്ട തോമസ് പി പരിമല തുടങ്ങിയവർ വേദിയിലുണ്ട്. അവരെയും വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ജന്മദിന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എപ്പോഴും വീണ്ടും വിശേഷിപ്പിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കൈയടിക്കാറുണ്ട് ആ ഒരു ഭാഗം അവരിവിടെ ഉണ്ട്. ഞാൻ അവരെ പേരെടുത്ത് പറഞ്ഞ് ഒന്നുകൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ യോഗങ്ങളൊക്കെ വിജയിപ്പിക്കുവാൻ അവരുടെ സഹകരണം, അവരുടെ നേതാവ് കൂടെ ഉണ്ട്. അവരുടെ സഹകരണം വളരെ വലുതാണ് എന്ന് പറയാതിരിക്കാൻ പ്രവൃത്തിയില്ല. അവരെ മുഴുവൻ ഈ ജന്മദിന സമ്മേളനത്തിൽ പരിശുദ്ധ ബാബാതിരുമേനിക്ക് ആശംസ അർപ്പിക്കാനെത്തിയിരിക്കുന്ന മുഴുവൻ ആദരണീയരായ അച്ഛന്മാർ, സഭയുടെ ബാബാതിരുമേനിയുടെ സെക്രട്ടറിമാരിവിടെയുണ്ട്, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാരിവിടെയുണ്ട്, ഇറമ്പാച്ചന്മാരിവിടെയുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. മുഴുവൻ ആളുകളെയും ആദ്യമായി അച്ഛന്മാരെയും മുഴുവൻ ഇറമ്പാച്ചന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ എത്തിച്ചേർന്ന ജന്മദിന ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ പേരെടുത്ത് പറയുമ്പോൾ വീണ്ടും വിശേഷം തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് ആ വിശേഷത്തിലേക്ക് കടക്കുന്നില്ല. മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ മംഗളങ്ങളും പരിശുദ്ധ ബാബാതിരുമേനിക്ക് നേർന്നുകൊണ്ട് ദീർഘകാലം നമ്മുടെ സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പരിപാടിയിൽ നിന്ന് പോകാൻ നേരം ഞാൻ അദ്ദേഹത്തിന് എഴുതിയിരുന്നു, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ല. അപ്പം പറഞ്ഞാൽ ഞാൻ പോയിട്ട് വരാണ്ട ആ വാക്ക് വീണ്ടും അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങളെ നയിക്കുവാൻ ദൈവം എല്ലാ കരുത്തും കൂടുതൽ ശാരീരികവും മാനസികവുമായ ആത്മീയമായ എല്ലാ കരുത്തും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് ബോംബെ ഭദ്രാസനം അധിപനായിരിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർ പൗലോസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. അഭിനന്ദരായ നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠ സമാധാനത്തിലായിട്ടുള്ള ജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ ഈ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുന്നത് മഹാഭാഗ്യമായി കരുതുകയാണ്. ഇതിൻ്റെ ഭാഗമായിരിക്കാൻ നിങ്ങൾക്കും എനിക്കും ലഭിക്കുന്നത് ദൈവകൃപയാണ്, ഭാഗ്യമാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾ രോഗശൈലിയിലായിരുന്നു. കഴിഞ്ഞ ആദ്യമാണ് നാട്ടിൽ വരുന്നത്. ഇന്നലെ പരിശുദ്ധ ബാബാതിരുമേനിയെ കണ്ടപ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, തിരുമേനിയുടെ കാലെങ്ങനെയാണ്? ഞാൻ ആശുപത്രിയിലായിരുന്നെന്നും രോഗിയായിരുന്നെന്നും പരിശുദ്ധ ബാബാതിരുമേനി അറിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മലങ്കര സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രാവും പകലും നടക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഇന്നും അറിയുകയും അത് മനസ്സിൽ കുറിക്കുകയും ആവശ്യമുള്ളപ്പോൾ വിളമ്പുകയും ആവശ്യമുള്ളത് കൈമാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം പരിശുദ്ധ ബാബാതിരുമേനിക്ക് എന്നും നിറവായി ലഭിക്കുന്നു എന്നുള്ളത് അനുഗ്രഹകരമായിട്ടുള്ള ഒന്നാണ്. വളരെ നാളുകൾ നിയുക്ത കാതലിക്കായിട്ട് ഇരിക്കേണ്ടി വന്നു. 3-4 വർഷമേ ആയുള്ളൂ കാതലിക്കായിട്ട്. പരിശുദ്ധ കാതോലിക്കയായിട്ട് മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിട്ട് ആ സ്ഥാനം വഹിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ നാളുകളിൽ മലങ്കര സഭയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിന് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു മാറ്റം. ഒരു കാര്യം നടക്കുമ്പോൾ അത് സംഘടിപ്പിക്കുമ്പോൾ അത് വളരെ നിർണായകമായിട്ടുള്ള എല്ലാവർക്കും അസ്വസ്ഥത ഉളവാക്കുന്ന, എന്തായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഭയം ഉളവാക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്ന ധാരാളം സംഭവങ്ങൾ ഈ ചെറിയ നാളുകൾക്കുള്ളിൽ നടന്നു കഴിഞ്ഞു. ഓരോന്നും നടക്കുമ്പോൾ
അങ്കലാപ്പോടുകൂടിയാണ് ആ അന്തരീക്ഷത്തിലേക്ക് പലരും നടന്നു കയറുന്നത്. പക്ഷെ പര്യവസാനിക്കുമ്പോൾ തികഞ്ഞ ആശ്വാസവും മാത്രമല്ല നിറഞ്ഞ പ്രത്യാശയും വളരെയേറെ അഭിമാനവും സ്തോത്രത്തിൻ്റെ നിറവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഈ കഴിഞ്ഞ നാളുകളെല്ലാം നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. പരിശുദ്ധ മോറോനിൻ്റെ ഉദാശ നിർവഹിച്ച അവസരമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കാനുള്ള മലങ്കര അസോസിയേഷൻ സമ്മേളനങ്ങൾ മലങ്കര സഭയിൽ 7 മെത്രാന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ വാഴിക്കുകയും ചെയ്ത് അനുഗ്രഹമായി ഈ പ്രപഞ്ചത്തിൽ വലിയ കുലുക്കം സൃഷ്ടിച്ച മുഹൂർത്തങ്ങളായിരിക്കാം. ഞാൻ ഓരോന്നും എണ്ണി പറയാൻ സമയം 5 മിനിറ്റ് അനുവദിച്ചത്. ഓരോന്നിടത്തുമായിട്ട് മലങ്കര സഭയുടെ ചരിത്രത്തിൽ നടക്കാത്ത എണ്ണത്തിലും വണ്ണത്തിലും മാത്രമല്ല, അതിന് ക്വാളിറ്റേറ്റീവായിട്ടുള്ള തലത്തിൽ വളരെ അഭിമാനകരമായിട്ടുള്ള, വളരെ മാതൃകാപരമായിട്ടുള്ള, വളരെ അച്ചടക്കത്തോടുകൂടിയുള്ള, വളരെ അടുക്കം ചിട്ടയുമുള്ള പല കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നേതൃത്വം നൽകുവാനായിട്ട് ഈ പരിശുദ്ധ പിതാവിന് ലഭിച്ചിട്ടുണ്ട്, ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മലങ്കര സഭയ്ക്ക് ഭാഗ്യമാണ്. ഈ പ്രപഞ്ചത്തിന് മാതൃകാപരമായിട്ടുള്ള നല്ല അനുഭവം. മറ്റു പലരും കൗണ്ട് ഡൗൺ ചെയ്യാനായിട്ട് കണക്ക് കൂട്ടി വേഷം കെട്ടി നിന്ന അവസരത്തിൽ ഇതെന്തേ ഈ മാറ്റം എന്ന് അവർ അത്ഭുതത്തോടെ കുറിക്കുകയും മലങ്കര സഭ മുഴുവനും അത് സ്തോത്രത്തിൻ്റെ നിമിഷങ്ങളായിട്ട് വേർതിരിക്കുകയും ചെയ്ത അവസരം. അതുകൊണ്ടാണ് ഇനിയും ഒരു 7 പേരെ കൂടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വാഴിക്കണം എന്നുള്ള ചിന്ത മലങ്കര സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കൃപയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ പുതിയ അനുഭവമായിരിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് ബോംബെയിൽ വൈദികർക്ക് വേണ്ടിയുള്ള ഒരു നേതൃത്വ പരിശീലന പരിപാടിക്ക് ഹഗായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപടി ആളുകളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ 3 പേര് മലയാളികളാണ്. ഒരു സന്ധ്യയ്ക്ക് അവർ എൻ്റെ മുറിയിലേക്ക് വന്നേച്ച് ഒരു മാസിക എടുത്ത് കാട്ടി അവർ പറഞ്ഞു, തിരുമേനി ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിക്കണം. എൻ്റെ തലക്കെട്ട് 21st century ഈസ് ഫോർ ദി ഓർത്തഡോക്സി എന്നാണ്. പലസ്തീൻ നാട്ടുകാരൻ എഴുതിയ ഒരു ലേഖനം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയല്ല. ആഗോള തലത്തിൽ ഓർത്തഡോക്സിയെ കുറിച്ച് ആവേശകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ ഓർത്തഡോക്സിയെ കുറിച്ച് അറിയാവുന്നവരും ചിന്തിക്കുന്നവരും വളരെ ചുരുക്കമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം സെൻറ്റ് ബ്ലാഡിമർ സെമിനാരിലെ പ്രധാന അധ്യാപകർ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധ ഭാവതിന്മയുടെ ഓരം ചേർന്നിരുന്ന് ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഗതി, ദൈവം അനുവദിച്ചാൽ അവർ അമേരിക്കയിൽ ഓർത്തഡോക്സ് സഭ വേർതിരിച്ചിരിക്കുന്ന പല പുസ്തകങ്ങളും ഭാരതത്തിൽ നമ്മുടെ ചുമതലയിൽ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് മാത്രമല്ല ആഗോള തലത്തിലുള്ള ഓർത്തഡോക്സിയെ കുറിച്ച് ഈ ഭാരതത്തിലെ നാനാജാതിവാസരായിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് ഭാഗ്യം ലഭിക്കുന്ന ഒരവസരം. സുകുമാറായിട്ടുള്ള സാറും ടീച്ചറും ഒക്കെ വരുന്ന ഒരു വേദി അണിനിരത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരം. അതുപോലുള്ള ആളുകൾ ഈ സഭയെക്കുറിച്ച് അറിയുക, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ പൗരസ്ത്യ പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവരന്ന് കാട്ടിയ ആ ലേഖനത്തിലെ അന്തസത്ത മലങ്കര സഭയുടെ മണ്ണിലും സമർത്ഥമായിട്ട് കുറയ്ക്കും. ആ സന്ദേശം ആഗോള ക്രൈസ്തവ സമൂഹത്തിന് മറ്റുള്ള ആളുകൾക്കും അഭിമാനത്തിനും മാതൃകയ്ക്കും അവസരം ആക്കും എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. അതാണ് വലിയ പ്രാർത്ഥന. ഈ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബാബാജിയുടെ ആളുകളെ മലങ്കര സഭയെക്കുറിച്ച് ഗതികെട്ട ഒരു സഭ എന്നുള്ളൊരു ചിത്രമല്ല